കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടു കിളിക്കക്കും നന്ദിനുള്ള വനചാരുതേ നരുചാരനേ. കഷ്ടപ്പെട്ട് ഡബിങ് നമസ്കാരം, ഞാൻ സ്റ്റാർ വിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. ചാനലാണോ കവർ ചെയ്യാൻ വേണ്ടിയാണോ? കവർ ചെയ്യാനെന്ന് ചോദിച്ചാല് ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് സാർ. നിങ്ങളുടെ പടത്തിലെ നായിക മാലിനി 2 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്, കാണാനില്ല. അപ്പൊ ഇപ്പൊ ന്യൂസ് ലൈവ് പോവുകയാണ്. ആ തിരോധാനം വലിയ വാർത്തയായിരിക്കാണ്. ഗവൺമെന്റ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട്, മിനിസ്റ്റേഴ്സും ഒക്കെ ഓരോരുത്തരും MLA-മാരും ഒക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പടത്തിലാണല്ലോ അവസാനം അഭിനയിച്ചത്. 2 ദിവസം മുമ്പ് ഈ സെറ്റിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ പടം മാത്രമല്ല, എത്രയും പടം അവർ ചെയ്തിരിക്കും. അതെ, അവസാനമായിട്ട് അഭിനയിച്ച ഈ 2 ദിവസം മുമ്പ് ഇവിടുന്നാണ്, ഈ സെറ്റിൽ നിന്ന് പോയപ്പോഴാണ്, പിന്നെ അതിനുശേഷമാണ് കാണാതായത്. അതെ, അതാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വിവരമാണ്. അപ്പൊ നിങ്ങൾ അറിയല്ലേ, അപ്പൊ ഇതിന്റെ ഒരു റിയാക്ഷൻസ് നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പേരെന്താ പറയല? എന്റെ പേരോ മേട്ടുകട ശശി. ശശി, വേറെ പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടിയെപ്പറ്റി നമ്മൾ അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമ്മുടെ കരിയറിനെ ബാധിച്ച പ്രശ്നം ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഡേഞ്ചറാണ്. അല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല, അത് ചെറിയ ബുദ്ധിമുട്ടാണ്. നമ്മളത് നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതല്ല, നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ മാത്രം പറയാ. നമ്മൾ സിനിമയെ കുറിച്ച് പറയാം. സിനിമയെ കുറിച്ച് പറയാമോ? സിനിമയെ കുറിച്ചൊക്കെ പറയാം. സിനിമയെ കുറിച്ച് പറയുന്നത് നമ്മുടെ പടത്തിൽ നല്ല പ്രൊമോഷൻ, നല്ല പ്രൊമോഷൻ അല്ലേ? ലൈവല്ലേ? അതെ അതെ. സഞ്ജന കേൾക്കാമോ? ഓക്കെ ആ റെഡി. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടക്കാരൻ വാസുവിന്റെ പണി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ്. 2 ദിവസം മുമ്പ് ഈ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നടി മാലിനിയെ കാണാതായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പൊ ചോദിച്ചറിയാനുള്ളത്. ആദ്യം സംവിധായകൻ ശ്രീ ഡിക്രൂസിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ശ്രീ ഡിക്രൂസ്, മാലിനി ഈ സെറ്റിൽ 2 ദിവസം മുമ്പ് അഭിനയിച്ച സീൻ ഏതായിരുന്നു? സത്യം പറഞ്ഞാൽ മാലിന്യെ പോലെ ഒരു നടി ഇങ്ങനെ മിസ്സിംഗ് ആയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഈ ചാനൽ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നത്. പക്ഷെ നമുക്ക് വളരെ ടെൻഷൻ. തീർച്ചയായിട്ടും സംവിധായകന് കുറ്റബോധമുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുറ്റബോധത്തിന്റെ രഹസ്യം എന്തെന്ന് നമുക്കിപ്പോൾ ചോദിച്ചറിയാം. പറയൂ ഡിക്രൂസ്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ കുറ്റബോധമില്ല, അദ്ദേഹത്തിന് തീരെ കുറ്റബോധമില്ല. ഈ നടിയുമായി അദ്ദേഹത്തിന് എന്തോ പകയുള്ളത് പോലെ തോന്നുന്നു. സഞ്ജന, എന്താണെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കടന്നു വരാം. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഈ സഞ്ജന, ഇതിന്റെ രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോൾ ചുരുൾ നിവരേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ തിരക്കഥാകൃത്ത് ശ്രീ കാതരൻ കാഞ്ഞിരമറ്റം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, മാലിന്യെ മാലിന്യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാവ ഒരു കുട്ടിയാണ്, നല്ല ആക്ടറാണ്. പക്ഷെ ഒരിക്കലും അതിന് ഇങ്ങനെ തിരോധാനത്തിന് നമുക്കൊരു പങ്കുമില്ല. ഒരു പങ്കുമില്ല എന്ന് കാതരൻ പറയുമ്പോഴും എന്തൊക്കെയോ രഹസ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് വളരെ വ്യക്തമാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ മൊയ്തീൻ ഉണ്ട്. മൊയ്തീൻ, എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചാൽ ഓളിവിടെ അഭിനയിച്ചപ്പോ ഇയാൾ ചീത്ത പറഞ്ഞു. അതെ, അതിന്റെ രഹസ്യം ഇപ്പോൾ ചുരുൾ നിവരുകയാണ്. ഇപ്പോൾ അവസാനമായി അഭിനയിച്ചപ്പോൾ സംവിധായകൻ വഴക്ക് പറഞ്ഞതിനെ ചൊല്ലി അവർ പരിഭവിച്ച് പിണങ്ങിയാണ് ഈ സെറ്റിൽ നിന്നും പോയതെന്നാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നത്. അവസാനമായി അഭിനയിച്ച സീനിനെ കുറിച്ച് നമുക്ക് സംവിധായകനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്തായിരുന്നു സീൻ? സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ ഒരു തോട്ടക്കാരനാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു തോട്ടക്കാരനാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ്, നടി മാലിനിയുടെ പിതാവ് ഒരു തോട്ടക്കാരനായിരുന്നു. സിനിമയിലാണ്. ശരി, ആ സീനിനെ കുറിച്ച് പറയും. ആ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മ അവിടെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ അമ്മ വിഷമിക്കണമെങ്കിൽ, ഈ സെറ്റിൽ വെച്ച് വിഷമിക്കണമെങ്കിൽ തക്കതായ കാരണമുണ്ടാവും. പ്രേക്ഷകരുടെ അറിവിലേക്കായി എനിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്, ക്യാമറാമാൻ പൂന്തറ സനലിനൊപ്പം മേട്ടുകട ശശിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്, തോട്ടക്കാരന്റെ പണി എന്ന ചിത്രത്തിൽ അനുഭവിക്കേണ്ടി വന്ന തന്റെ ദുരനുഭവങ്ങൾ, അത് കാരണമാണ് മാലിനി ഈ ലോകത്തോട് തന്നെ ഒരുപക്ഷെ യാത്ര പറഞ്ഞിരിക്കാൻ സാധ്യതയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കൂടുതൽ എന്താണ് സംവിധായകന് പറയാനുള്ളത്? എന്റെ പൊന്നു ശശിയുടെ ഒരു കാര്യം, ഞങ്ങൾ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ, മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്ന് സംവിധായകൻ തന്നെ പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ, ദുരൂഹതകളുടെ ചുരുൾ നിവരാൻ പോവുകയാണ്. അവസാനത്തെ സീൻ എന്തായിരുന്നു?
അതിനെ കുറിച്ച് കൂടുതൽ പറയൂ. ഒന്ന് പറഞ്ഞു. അതായത് അച്ഛനെ തിരിച്ചറിയുന്ന സീനായിരുന്നു. 25 വർഷം കൊണ്ട് വേലയ്ക്ക് ചെയ്യുന്ന വേലക്കാരൻ തന്റെ അച്ഛനാണെന്ന് അറിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു ആ അവസാനമായിട്ട്. സമയത്ത് അവരുടെ മനസ്സിലുള്ള വികാരം എന്തായിരുന്നു? ആ സമയത്ത് ഭയങ്കര വിഷമമാണ്. കാരണം സ്വന്തം പിതൃത്വം ഇത്രയും നാൾ അച്ഛൻ മറച്ചു വെച്ചു. എന്നിട്ട് ആ പിതാവിനെ സ്വന്തം പിതൃത്വം ഇത്രയും നാൾ മറച്ചു വെച്ചതിന്റെ വിഷമം, അതിന്റെ ദേഷ്യത്തിലും വികാരത്തിലുമായിരുന്നു മാലിനി അവസാനം വിഷമം അനുഭവിച്ചത്. മാലിന്യല്ല നമ്മളെ കഥാപാത്രത്തിന്റെ വിഷമം തുടർന്ന് പറയും. കഥാപാത്രത്തിന്റെ അന്ന് പിന്നെ ഒരു വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുകൊണ്ട് അല്ല, ബന്ധപ്പെട്ട കഥാപാത്രത്തിന്റെ വിഷമം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാം. നമ്മളെ കഥാപാത്രത്തിന്റെ അച്ഛനാണ് ശരിക്കും തോട്ടക്കാരൻ. അത് ഇവരായിട്ട് എന്തോ സംഭവം ഉണ്ടെന്ന് ഓക്കെ, കഥാപാത്രത്തിന്റെ അച്ഛൻ തോട്ടക്കാരനാണ് എന്ന സീൻ എഴുതി വെച്ചപ്പോൾ തന്റെ അനുഭവവുമായി അതിന് സാമ്യമുണ്ടെന്ന തോന്നൽ മാലിനിക്കുണ്ടാവുകയും മാലിനി പൊട്ടി പൊട്ടി കരഞ്ഞ് ഈ സെറ്റിൽ നിന്നും പോവുകയുമാണ് ഉണ്ടായത്. സാറ് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് സിനിമ സംബന്ധമായ പ്രശ്നമല്ല. അതായത് അന്ന് വൈകിട്ട് ചായയുടെ കൂടെ നമുക്ക് സ്നാക്സ് ആയിട്ട് ബജ്ജി കൊടുത്തപ്പം പരിപ്പോട വേണമെന്ന് പറഞ്ഞ ആ കുട്ടി ഭയങ്കര ബഹളമുണ്ടായി. പരിപ്പോട കിട്ടിയില്ല. ഇനി അതിന്റെ വലിയ വിഷമത്തിലാണെന്ന് അറിയാം. എന്താണെന്ന് അറിയില്ല. സംവിധായകൻ ഇപ്പൊ സൂചിപ്പിക്കുന്നത് ഈ സെറ്റില് വളരെ മോശപ്പെട്ട ആഹാരമാണ് ചോദിച്ച പലഹാരങ്ങളല്ല വിതരണം ചെയ്തിരുന്നത് എന്ന് സംവിധായകൻ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബജ്ജി ചോദിച്ച ഒരു കുട്ടിക്ക് എന്താണ് നൽകിയത്? പരിപ്പോട നൽകിയതിന്റെ വിഷമം ആ കുട്ടി അലട്ടിയിരിക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ല അന്ന് ചെറിയൊരു ക്ലാഷ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡിക്രൂസിന് ഇഷ്ടപ്പെട്ടില്ല. തിരക്കഥാകൃത്തിന് ഇഷ്ടപ്പെട്ടത് സംവിധായകന് ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ പ്രേമത്തിന്റെ പേരിൽ പോലടിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രേമത്തിന്റെ പേരിൽ മാലിന്യെ സ്വന്തമാക്കാൻ വേണ്ടി സംവിധായകൻ ഡിക്രൂസും തിരക്കഥാകൃത്ത് കാതരൻ കാഞ്ഞിരമറ്റവും തമ്മിലുള്ള പോരാണ് ഈ തിരോധാനത്തിന് പിന്നിൽ എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർ വിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കൂടുതൽ പറയും. ഞങ്ങളുടെ കരിവാരി തേക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ കരിവാരി തേക്കാനുള്ള കുൽസിത ശ്രമമാണെന്ന് ആരോപിക്കുമ്പോൾ തന്നെ കുറ്റബോധം ആ മുഖത്ത് നേടിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. മിസ്റ്റർ ശശി, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ അറിയപ്പെടുന്ന ഡയറക്ടറാണ്. ഈ ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ട് നടന്ന സംഭവങ്ങൾ പുറത്തെറിഞ്ഞാൽ തന്റെ കുടുംബജീവിതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഡിക്രൂസിന് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കാതരൻ കാഞ്ഞിരമറ്റത്തോട് ചോദിക്കാം, നിങ്ങൾ വിവാഹിതനാണോ? ഞാൻ തീർച്ചയായിട്ടും വിവാഹിതനാണ്. വിവാഹിതനായ ഒരാളാണ് നടിയോട് പ്രേമാഭ്യർത്ഥന നടത്തിയത് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. താങ്കൾ പ്രേമാഭ്യർത്ഥന നടത്തിയപ്പോൾ മാലിനിയുടെ പ്രതികരണം എന്തായിരുന്നു? ഒരിക്കലും മാലിന്യ അടുത്ത് പ്രേമാഭ്യർത്ഥന നടത്തിയില്ല. പിന്നെ മാലിനിയോട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടില്ല, മറിച്ച് മാലിനിയാണ് ഇങ്ങോട്ട് പ്രേമാഭ്യർത്ഥന നടത്തിയതെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ കുട്ടി എന്റെ അടുത്ത് അടുത്ത പടങ്ങളിൽ കുട്ടിയെ വെച്ച് ഹീറോയിനാക്കി ഒരു പടം ഞാൻ എഴുതുന്നുണ്ട്. അടുത്ത പടങ്ങളിലെല്ലാം തന്നെ നായികയാക്കാം എന്ന വാഗ്ദാനം നൽകി, മോഹന വാഗ്ദാനം നൽകി വഞ്ചിക്കുന്ന ഏർപ്പാടാണ് കാതരൻ കാഞ്ഞിരമറ്റം. അസോസിയേറ്റ് ഡയറക്ടറോട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്? ആ കുട്ടിക്ക് അങ്ങനെ അഭിനയൊന്നും കറക്റ്റ് അറിയത്തില്ലായിരുന്നു. മനസ്സിലായി. അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ. സഹസംവിധായകയും നായികയും തമ്മിൽ ഒരു ശീത സമരം ഉണ്ടായിരുന്നു. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ താനാണ് വലുത് എന്ന രീതിയിൽ രണ്ടുപേരും തമ്മിൽ കിടമത്സരം നടത്തി. അതിൽ പരിഭവിച്ചാണ് ഒരുപക്ഷെ നായിക പോയതും ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തിട്ടും ഉണ്ടാവുക. അയ്യോ, അതൊന്നുമല്ല. ഇല്ല, സീൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നും അറിയുന്നില്ലായിരുന്നു. വാക്കുകളൊന്നും ഉച്ചരിക്കാൻ അറിയത്തില്ലായിരുന്നു. വാക്കുകൾ ഉച്ചരിക്കാൻ അറിയാത്ത നടി ഇത്രയും ചിത്രങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ച ഒരു നടിയെ കുറിച്ച് അപഖ്യാതിയാണ് ഇവിടെ നടത്തുന്നത്. ആ കുട്ടിക്ക് ഡയലോഗ് പറയാൻ അറിയില്ല എന്ന് സഹസംവിധായിക പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു മത്സരമുണ്ടായിരുന്നു, ഒരു ശീത സമരമുണ്ടായിരുന്നു. അവസാനം പലവട്ടവും ഈ സെറ്റിൽ നിന്നും ഒഴിവാക്കാനായി സഹസംവിധായക ശ്രമിക്കുകയും അതിൽ മനന്നൊന്നാണ് നായിക ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുള്ളത്. എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. കുറ്റബോധം കൊണ്ട് ആ തല കുനിയുകയാണ്. താനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന്. അയ്യോ, ഒരിക്കലും അല്ല. പിന്നെ ആരാണെന്ന് വ്യക്തമായി പറയൂ. അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? എന്തിനാണ് വിളിച്ചു വെക്കുന്നത്? ഡയലോഗ് പറയുമ്പോ ചിലരൊക്കെ ഇങ്ങനെ വന്ന് വഴക്ക് പറയുമായിരുന്നു ആ കുട്ടിയെ. ഞാൻ പലരും അവരെ വഴക്ക് പറയുമായിരുന്നു. ഒരു സെറ്റിൽ വന്ന് മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുക എന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും വിഷമം തോന്നുന്ന കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. എത്ര പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും? എന്റെ കണക്കില് ആദ്യം തൊട്ടേ വഴക്ക് പറയുമായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ വഴക്ക് പറയുന്ന ഒരു സെറ്റായിരുന്നു ഇവിടെ. തോട്ടക്കാരൻ വാസുവിന്റെ പണി എന്ന ചിത്രത്തിൽ തുടക്കം മുതൽ തന്നെ തന്നോട് എല്ലാവരും അപ്രീതിയോടെയാണ് പെരുമാറിയതെന്ന് ആ നായിക തിരിച്ചറിഞ്ഞു. അതിന്റെ ദുഃഖത്തിലായിരിക്കും ഒരുപക്ഷെ ഈ സെറ്റ് വിട്ടിട്ടുണ്ടാവുക. കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. എന്നോട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാനും ആ കുട്ടിയോട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇനിയെങ്കിലും തുറന്നു പറയും, ആരാണ് ഇവിടെ ആ കുട്ടിയോട് ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. അറിവിലില്ലാത്ത ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ ഈ സെറ്റിൽ പലരും നടത്തിയിട്ടുണ്ട് എന്നാണ് സഹസംവിധായികയുടെ പറയുന്നത്. അത് പറയാൻ നിങ്ങൾ ഒരുക്കമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, എന്നോട് ആ കുട്ടി ഒന്നും പറയാൻ ഒരുക്കമല്ല. ആരോടാണ് പ്രേമമെന്ന് പറയാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇല്ല, ഒരുക്കമല്ല. ഞാൻ നിർബന്ധിച്ചാൽ പോലും പറയാൻ ഒരുക്കമല്ല. ഇനിയെങ്കിലും പറയൂ, ആരോടായിരുന്നു ആ പ്രേമം?
അത് പറയാൻ വാ മൂടിക്കെട്ടിയിരിക്കുകയാണ്, നിസ്സഹായയാണ്. ഈ സഹസംവിധായിക ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശേണ്ടതായിട്ടുണ്ട്. ഈ അവസാനത്തെ സീൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അവിടെ വെച്ച് തന്നെ സ്പോട്ടായിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. വരൂ.